ഹലോ! ഹെഡ്മിലൂഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? ദൈവകൃപയാൽ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ ഒരു സ്റ്റാറ്റസും ഇട്ടിരുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ ഇതൊക്കെ ചെയ്യാൻ ഇത് ഗരം മസാലയാണ് കേട്ടോ. ഗരം മസാല പൊടിച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ്. അപ്പം ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് പലരും നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നവരുണ്ട്. അപ്പം ഈ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അറിയാമല്ലോ. നമ്മുടെ ലോകത്ത് മുഴുവനായിട്ട് നടക്കുന്ന സംഭവങ്ങൾ എല്ലാവർക്കും അറിയാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തെല്ലാം പ്രതീക്ഷയോടെയാണ് ഓരോരുത്തരും ഓർഡർ തരുന്നത്. സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും റിലേറ്റീവ്സിന് കൊണ്ട് കൊടുക്കാനും അല്ലെ കൂട്ടുകാർക്ക് കൊണ്ട് കൊടുക്കാനും ഒക്കെ ആയിട്ട്. അപ്പോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സാധനങ്ങൾ അയക്കുന്നുണ്ട് കേട്ടോ. ഇതുവരെ ആരും ഒരാള് ക്യാൻസൽ ചെയ്തു. അതായത് അമേരിക്കയിൽ നിന്ന് വരുന്നതിന് മുമ്പേ ഓർഡർ ചെയ്തതായിരുന്നു. അപ്പൊ അവർക്ക് വരാൻ പറ്റുന്നില്ല, വരുന്നില്ല. അതുകൊണ്ട് ആ ഓർഡർ ക്യാൻസലായി. അല്ലാതെ ബാക്കി ആരുടെയും ഓർഡർ ദൈവകൃപയാൽ ഇതുവരെ ക്യാൻസൽ ആയിട്ടില്ല. എല്ലാവർക്കും അയച്ചു കൊടുത്തോണ്ടിരിക്കുന്നു. നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യണമല്ലോ. ഇപ്പൊ കസ്തൂരി മഞ്ഞള് അടുത്ത ബാച്ച് ഓരോ ആഴ്ചയും ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ എപ്പോഴും എപ്പോഴും സ്റ്റാറ്റസ് ഇടുന്നില്ലെന്നേ ഉള്ളൂ. നല്ല ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ്. ധാരാളം പേര് മേടിക്കുന്നുണ്ട് കേട്ടോ. വിദേശത്തൊക്കെ കൊണ്ടുപോകാനാണെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആണെങ്കിലും. ഇത് ഒരു യുകെയുടെ ഓർഡറാണ്, വന്നെടുക്കുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അവ സാധാരണ ഇവിടുന്ന് കൂടുതലായിട്ടൊക്കെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ മേടിക്കുന്നവരുടെ 1 കിലോയുടെ ഓരോ ബണ്ടിൽ ഓരോ പാക്ക് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അവർ പറഞ്ഞു അങ്ങനെ ചെയ്യണ്ട, പെട്ടിയിൽ സ്ഥലം ഉള്ളതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനാണ്. അപ്പൊ കുറെ ഉണ്ട് കേട്ടോ. മുളക് പൊടി 10 കിലോ, മല്ലിപ്പൊടി 10 കിലോ, മില്ലറ്റ് മിക്സ് 5 കിലോ, ഇങ്ങനെ ധാരാളം സാധനങ്ങളുണ്ട്. അപ്പോൾ അതിന്റെ പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. ഞാനും ഇടയ്ക്കൊന്ന് വന്നതാണേ. അപ്പോ എന്താണ് നമുക്ക് ബിസിനസ്സിൽ ലാഭത്തോടൊപ്പം ചില നഷ്ടങ്ങൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതും ഞാൻ വഴിയെ പറയാം. ഇത് നമ്മുടെ ഒരു കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ഇങ്ങനെയുള്ള അവര് താമസിക്കുന്നിടത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടത്തില്ല. കുമ്പളങ്ങ, കാച്ചില്, ചേമ്പ്. അപ്പം നാടൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് മേടിച്ചു തരണേ. ഞാൻ ആദ്യം ഓർഡർ തന്നപ്പോഴേ പറഞ്ഞിരുന്നു ഞാൻ നോക്കട്ടെ. പച്ചക്കറി കടകളിൽ നിന്നാണെങ്കിൽ എപ്പോ വേണേലും കിട്ടും, നാടൻ സാധനങ്ങൾ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കേരളത്തില് വിപണി എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെ 2 ദിവസം രാവിലെ പോണം. വെളുപ്പിന് 6 മണിക്കൊക്കെ എണീറ്റ് പോണം. ആദ്യം ജോസാൻ ചെന്നപ്പം കാച്ചിലുണ്ട്, ബാക്കി സാധനങ്ങളില്ല. രണ്ടാമത് ചെന്നപ്പം കുമ്പളങ്ങയില്ല. മൂന്നാമത് ചെന്നപ്പോഴാണ് എല്ലാ സാധനങ്ങളും കൂടെ കിട്ടിയത്. അന്നേരം ജോസാൻ പറഞ്ഞു, ഇതിന്റെ പേയ്മെന്റ് വന്നയാണോ, വന്നു കഴിഞ്ഞിട്ടേ മേടിക്കാവൂ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം വരും. ഞാൻ പറഞ്ഞു ഇല്ല ജോസാ, അവർക്ക് അർജന്റ് ആണ്, കുറെ നാളായി പറഞ്ഞിട്ട്. നമ്മളിത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. അങ്ങനെ സാധനങ്ങൾ മേടിച്ച് ടോട്ടൽ ചെയ്ത് കൊടുത്തപ്പം പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് പറഞ്ഞു വെജിറ്റബിൾസ് വേണ്ട, ബാക്കി സാധനങ്ങൾ മതി. ഞാൻ ഇതുവരെ കസ്റ്റമർക്ക് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അതുപോലെ നിർബന്ധിച്ച് പറഞ്ഞത് കൊണ്ടാണ് നമ്മള് പേയ്മെന്റ് ഒന്നും മേടിക്കാതെ തന്നെ സാധനങ്ങൾ മേടിച്ച് അയച്ചു കൊടുക്കാന്നുള്ള രീതിയിൽ ഇട്ട് കൊടുത്തത്. അപ്പൊ അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് യൂസ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾ ചിന്തിക്കും മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അത് യൂസ് ചെയ്ത്. നമ്മളിപ്പോ നാടൻ തന്നെ വേണം എന്നും പറഞ്ഞ് ഇത്രയും റേറ്റ് കൊടുത്തൊന്നും മേടിക്കത്തില്ല. വീട്ടിൽ ചെല്ലുമ്പോ നാടൻ കുമ്പളങ്ങ, കാച്ചില്, ചേമ്പ് ഇതൊക്കെ അമ്മ തന്നു വിടും. 2 കുമ്പളങ്ങ ഉണ്ടായിരുന്നു. ഈ ഒരു കുമ്പളങ്ങയാണ് ഇന്ന് തോരൻ വെക്കാൻ എടുത്തത്. ഇതിന് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു കേട്ടോ. കാച്ചിലും കുറച്ച് ചേമ്പും വിത്തൂടെ എടുത്ത് ഞാൻ 3-4 ദിവസം മുമ്പ് ഒരു അവിയൽ വെച്ചു. ബാക്കി ഇരിക്കുന്നു. ഇത് കുമ്പളങ്ങ ഒരു തോരൻ വെക്കാന്ന് വെച്ചു. അപ്പൊ ഈ ചോപ്പറിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ സാധനമാണ് ബോറോസിലിന്റെ. അരപ്പൊക്കെ അരയ്ക്കാൻ മിക്സി എടുത്തില്ല എന്നുണ്ടെങ്കിലും ഇതിനകത്തോട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഈസിയാണ് സംഭവം. മഞ്ഞൾ ഇടല് കേട്ടോ. ആദ്യത്തെ ഒരു പ്രാവശ്യം ഞാൻ മഞ്ഞൾ ഇട്ടിട്ട് എനിക്ക് പണി കിട്ടിയത്. കാരണം പിന്നെ മഞ്ഞിച്ചിരുന്നു, കുറെ കഷ്ടപ്പെട്ടു അത് കഴുകിയെടുക്കാനായിട്ട്. അപ്പൊ സംഭവം നല്ലതാണ്. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് വരുത്തിയതും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ആ ഓർഡറിന്റെ കാര്യം ജോസാൻ പറയുമായിരുന്നു നിന്റെ അടുത്ത്. ആദ്യമേ ഞാൻ പറഞ്ഞതാ ഫിക്സ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് മതി. എന്റെ ഉറക്കവും കളഞ്ഞ് 1-2 അല്ല 3 പ്രാവശ്യമാണ് നീ എന്നെ ഓടിച്ചത്. കാരണം ഞാൻ പറയില്ലേ, നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടോ വിപണി എന്ന് പറയും. അതായത് നാടൻ സാധനങ്ങള് വീട്ടിലുള്ളവർ കൊണ്ട് വിൽക്കുന്ന ഒരു ചന്തയല്ല, ഒരു സ്ഥലം. അവിടെ എല്ലാവരും നാടൻ സാധനങ്ങളാണ് വിൽക്കാൻ കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ളിടത്ത് നമ്മള് ചെല്ലുമ്പോ എല്ലാ സാധനങ്ങളും കിട്ടണമെന്നുമില്ല. കാരണം ഒരുമിച്ച് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അടുത്ത സാധനം എന്ന് കിട്ടുമെന്നറിയാതെ മേടിച്ച് വെക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് പാവത്തിന് 3 ദിവസം പോകേണ്ടി വന്നു. അത് മാത്രമല്ല, ഇത് മദ്രാസിനായിരുന്നു അയക്കേണ്ടത്. നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുവാണല്ലോ. അപ്പൊ ഒട്ടും മുറിയാതെ
വെട്ടൊന്നും ഇല്ലാത്തതും നല്ല എന്താണ് ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരു ഡാമേജും ഇല്ലാത്ത സാധനം വേണമല്ലോ കിട്ടാൻ. ഞാൻ ജോസാന്റെ അടുത്ത് ജോസ ഓർഡർ ക്യാൻസൽ ആയെന്ന് പറഞ്ഞപ്പോ പ്രത്യേകിച്ച് ജോസൻ യാതൊരു ഭാവഭേദവും ഇല്ലാതെ എന്നെ ഒന്ന് നോക്കി, പിന്നൊന്നും പറഞ്ഞില്ല. എന്തുവടൊക്കെ ഉണ്ടാ ഏടാ, എന്തുവടൊക്കെ ഉണ്ടാവാനൊക്കെ ചവിട്ടി പറിക്കുന്നതിന് എന്തുവാടാ? മഴയാണോ? എനിക്കൊന്ന് ജോലിക്ക് പോകാൻ പറ്റിയില്ലേ? കയറി വരുന്നു. കിണ്ടൻ ചെറുക്കറ്റിണ്ട പഠിച്ചല്ലേ. നാട്ടില് മഴയുടെ ഒരു ഇത് തുടങ്ങി കേട്ടോ. കാരണം ചില ദിവസം വെയിലുണ്ട്, ചില ദിവസം വെയിലുണ്ടെങ്കിലും ഒരു മന്ദാരം അടിച്ചു കിടക്കും. അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റാത്ത കാലാവസ്ഥ. ഉണക്കാണോ എന്നൊക്കെ ഉള്ളവർക്ക് പണി കിട്ടുന്ന ഒരു കാലാവസ്ഥയായി പോയി. അതിന് മുമ്പ് വരെ തീ വെയിലായിരുന്നു കേട്ടോ. ഇപ്പൊ ഒരിത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആമസോണിൽ നിന്നും വരുത്തിയതാണ്. ഞാൻ ആരുടെ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഇത് ഓർഡർ ചെയ്തത്. ഇലക്ട്രിക് ചോപ്പർ ആണ്. അതായത് കറണ്ട് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഭയങ്കര യൂസ്ഫുൾ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഇത് ചോപ്പ് ചെയ്യാം. വെളുത്തുള്ളി, ഇഞ്ചി, വെജിറ്റബിൾസ് നമുക്ക് ചോപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സാധനങ്ങളും ചെയ്യാം. അവര് ചീരയൊക്കെ ചോപ്പ് ചെയ്യാന്നാണ് പറയുന്നത്. പക്ഷെ ചീര എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൈ കൊണ്ട് തന്നെ അരിയുന്നതാവും ബെറ്റർ. ബാക്കി എല്ലാ സാധനങ്ങളും എടുക്കാനും എളുപ്പമാണ്, കഴുകി വെക്കാനും എളുപ്പമാണ്. ഞാൻ നോക്കട്ടെ, ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ വ്യൂ വ്യൂ പ്രൊഡക്റ്റ് എന്നൊരു എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. ഞാൻ മറന്നു പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം. ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അഗാരോടെ ചോപ്പറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം അഗാരോടെ ചെറിയ ജാറിന്റെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഏകദേശം ഒരു 3 വർഷത്തോളം ഞാൻ യൂസ് ചെയ്തു. സൂപ്പർ സംഭവമാണ്. അതിന്റെ വള്ളി പൊട്ടിയപ്പോഴാണ് അഗാരോടെ ഈ വലുത് ഞാൻ മേടിച്ചത്. ഇതിനേക്കാളും എനിക്കിഷ്ടം അഗാരോടെ ചെറുത് തന്നെ ആയിരുന്നു. വലുതിന്റെയും വള്ളി പൊട്ടിയെങ്കിലും ഞാനത് കെട്ടിവെച്ചാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ഭയങ്കര മൂർച്ചയാണ് അതിന്റെ ബ്ലേഡിന്. പക്ഷെ അതിനുശേഷം ഞാൻ മേടിച്ചതാണ് നോൾട്ട. ഇതിന്റെ വള്ളി പൊട്ടിയപ്പം ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ബ്ലോക്ക് ആവുന്ന പോലെ തോന്നിയതുകൊണ്ട്. പക്ഷെ നോൾട്ട എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഒറ്റ പ്രാവശ്യം ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് നോക്കിയതേ ഉള്ളൂ. പിന്നെ ഇതുവരെ ഞാനത് യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ വെച്ചിരിക്കുകയാണ്. എനിക്കിനിയും യൂസ് ചെയ്തതിൽ പ്രശ്നം പറ്റിയതാണോ അതോ എനിക്ക് കിട്ടിയത് നല്ല പ്രോഡക്റ്റ് അല്ലയോ ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ. ഞാനിത് കൊട്ടിയം ലുലുന്ന് മേടിച്ചതാണ് കേട്ടോ. 200 ചില്ലറ എങ്ങാണ്ടായിരുന്നു റേറ്റ് എന്ന് തോന്നുന്നു. 200 ആണോ 300 ആണോ ഓർക്കുന്നില്ല. പക്ഷെ അത് അതുപോലെ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ പലരും വീഡിയോയിലൊക്കെ കാണിക്കുന്നുണ്ട് നല്ല സൂപ്പർ സാധനമാണ്, നിങ്ങൾ മേടിക്കണം എന്നൊക്കെ. പക്ഷെ എനിക്കെന്തോ അത്ര അങ്ങോട്ട് പ്രിയമാകാൻ വന്നില്ല. നിങ്ങൾ ആരെങ്കിലും അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. കമന്റ് വായിക്കുമ്പം മറ്റുള്ളവർക്ക് മനസ്സിലാവുമല്ലോ നല്ലതാണോ മോശമാണോ, ഞാൻ പറഞ്ഞത് എനിക്കിത് തോന്നിയതാണോ എന്നൊക്കെ. അപ്പൊ ഈ സമയം കൊണ്ട് എന്നും പറയുന്നത് പോലെ ഇത് ഒരു ദിവസത്തെ വ്ളോഗല്ല, 2-3 ദിവസത്തെ മിക്സ് ചെയ്തെടുക്കുന്ന വ്ളോഗാണ് കേട്ടോ. പിറ്റേന്നൊന്ന് പുറത്തു പോകണം. അതുകൊണ്ട് എന്തെങ്കിലും വെച്ച് വെക്കാതെ പറ്റില്ലല്ലോ. വീട്ടിലുള്ള സമയത്താണ് എന്തെങ്കിലും തട്ടിക്കൂട്ടാം. സാമ്പാറാണ് ഞാൻ പറയുന്നതാണ്. സാമ്പാർ പൊടി ഞാൻ ഇവിടെ ചെയ്യുന്ന സാമ്പാർ പൊടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വെജിറ്റബിൾസിനകത്ത് വേണ്ട സാമ്പാർ പൊടി ഇട്ട് ഒന്ന് വിസിലടിച്ച് ഇട്ടിട്ടുണ്ട്. ലാസ്റ്റിലാണ് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ വെണ്ടയ്ക്കായും തക്കാളിയും ഒന്ന് വഴറ്റി ഇത്തിരി കളറിന് വേണ്ടി വേണം എന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം. ഞാൻ ഇച്ചിരി കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ എത്രയൊക്കെ കായം ഉണ്ടെങ്കിൽ എനിക്ക് ലാസ്റ്റിൽ ഇത്തിരി ഒന്ന് കടു തളിക്കുവാണെങ്കിൽ അതിൽ ഇടും. അതല്ല ഈ വെണ്ടയ്ക്ക് ഇതൂടെ വഴറ്റി ഇടുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇത്തിരി കായം കൂടി ഇട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇത് ഒന്ന് മെഴുക്ക് പുരട്ടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒന്ന് പുരട്ടിയെടുക്കുവാണോ എന്ന് ചോദിച്ചാൽ അല്ല. ആ ഒരു രീതിയിലുള്ളതിന് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു രസം വെക്കാൻ ഞാൻ പറഞ്ഞല്ലോ, പിറ്റേന്ന് ഒന്ന് പുറത്തു പോകണം. പിന്നെ അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ കുറെ തിരക്കാണ്. അതുകൊണ്ട് രസമൊക്കെ വെച്ചിരുന്നാൽ പിന്നെ യൂസ് ചെയ്യാമല്ലോ. ഇപ്പോഴത്തെ വാളംപുളി ഞാൻ എനിക്ക് ഓർഡർ തരുന്നവരടുത്ത് എല്ലാം പറയാറുണ്ട്. ഞാൻ സീഡ്ലെസ് ഒന്നും പറഞ്ഞല്ല കൊടുക്കുന്നത്, കുരു ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ആർക്കെങ്കിലും മെസ്സേജ് ഇടാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതനുസരിച്ച് ഞാൻ റേറ്റും കുറച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പുളിയിൽ എനിക്ക് നഷ്ടം സംഭവിച്ചു. ഒരിത്തിരി പോലും കുരു ഇല്ലാത്തതെന്നും പറഞ്ഞ് സ്പെഷ്യൽ പൈസ കൊടുത്ത് എടുത്തതാണ്.
പക്ഷെ എനിക്ക് കിട്ടിയ വിലയേക്കാളും കുറച്ചാണ് ഞാൻ അത് സെയിൽ ചെയ്ത് തീർത്തത്. കാരണം ആദ്യം തന്നു, ഞാനത് നോക്കിയപ്പോൾ കുരുവുണ്ട്, അത് റിട്ടേൺ ചെയ്തു. അവര് വീണ്ടും കുരുവൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അടുത്ത ബാച്ച് കൊണ്ടുവന്നു. വീണ്ടും അതിനകത്ത് മൊത്തം കുരുവും ചെറിയ രീതിയിൽ തോടും ഒക്കെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് റിട്ടേൺ ചെയ്താലും നമ്മൾ പറയുന്നതിന് ഒരു ഇതുണ്ട്. അവർക്കും തോന്നും ഇവർക്ക് മാത്രം എന്തോ ഇത്ര പുതുമ, എല്ലാരും മേടിക്കുന്നതാണല്ലോ. നമ്മൾ പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ സ്റ്റാഫിനെ ഇരുത്തി ചെയ്യിക്കുന്നതാണ്, നമുക്കിപ്പോ ഓരോ പാക്കറ്റും പൊട്ടിച്ച് നോക്കാൻ പറ്റുമോ, ഞെക്കി നോക്കാൻ പറ്റുമോ? ശരിയാണ്, അവര് കിലോ കണക്കിന് ടൺ കണക്കിനൊക്കെ കൊടുക്കുന്നവരായിരിക്കാം. എന്തായാലും നമുക്കത് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇനി മുതല് ഇവിടുന്ന് കുരു ഇല്ലാത്തേന്നും പറഞ്ഞ് വാളംപുളി ഞാൻ കൊടുക്കുന്നില്ല. ഇടയ്ക്കൊക്കെ കുരു കാണും കേട്ടോ. കാരണം നമ്മൾ വിശ്വസിച്ച് എക്സ്ട്രാ പൈസയും കൊടുത്ത് എടുത്തിട്ട് കിട്ടുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പൈസ കൊടുക്കാൻ റെഡിയാണ്, നല്ല സാധനം കിട്ടുന്നുവെങ്കിൽ പൈസ കൊടുക്കാൻ റെഡിയാണ്. പക്ഷെ കിട്ടുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? അതാണ് നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം നമ്മള് പുളിവെള്ളവും കുരുമുളകും കറിവേപ്പിലയും ഇഞ്ചിയും കൂടി ഇട്ട് ആദ്യം നല്ലപോലെ ഞാൻ തിളപ്പിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനുശേഷം അതിനെ ഒന്ന് അരിച്ചാണ് ഞാൻ എടുക്കുന്നതെന്ന്. എല്ലാവരും ഇങ്ങനൊന്നും ചെയ്യാറില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ചോറിനകത്ത് ഒഴിക്കാനും കുടിക്കാനും ഒക്കെ എനിക്ക് ഇഷ്ടം. അല്ലെ ആ ഇഞ്ചിയുടെ പെസടും കുരുമുളകും ഒക്കെ ചോറിനകത്ത് ചെല്ലുമ്പോൾ കഴിക്കാൻ ഒരു സുമാറില്ല. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. വെജിറ്റബിൾസ് എല്ലാം കൂടെ പാവയ്ക്കയും സവാളയും ക്യാരറ്റും കൂടെ അരിഞ്ഞ് ഒന്ന് ആവി വന്നപ്പോൾ ഇത്തിരി എണ്ണ ഒഴിച്ചു വീണ്ടും അടച്ചു വെച്ചു. ഒന്ന് ഒന്ന് നല്ലോണം അങ്ങ് മൊരിയത്തില്ല, ഒരുമാതിരി പുഴുങ്ങിയെടുത്തെന്നോ വഴറ്റിയെടുത്തെന്നോ എങ്ങനെ വേണേലും പറയാം, ആ ഒരു രീതിയിൽ. സാമ്പാറും ആ ഒരു മെഴുക്കുവരട്ടി എന്ന് വേണേലും പറയാം, അതും ഒരു കോമ്പിനേഷൻ ഇല്ല. പക്ഷെ സോറി, നമ്മുടെ രസവും അതും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതൊന്ന് കടുതളിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വറ്റൽമുളക് ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരുന്ന ഉടനെ ഇനി മാറ്റും കേട്ടോ. ചിലപ്പോൾ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഇട്ട്. ഇഞ്ചി ഓൾറെഡി രസത്തിൽ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ലാസ്റ്റില് ഈ കറിവേപ്പിലയും കൊച്ചുള്ളി വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ച് നമ്മുടെ രസത്തിലോട്ടിട്ട് അടച്ചു വെക്കാം. കായംപൊടിയും ചേർത്തിട്ടുണ്ട്, ലേശം മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കളറിന് വേണ്ടി. അപ്പൊ നമ്മുടെ രസവും റെഡി ആയിട്ടുണ്ട്. ഞാൻ രസവും മോരും ഒക്കെ കാച്ചുന്ന പാത്രമാണ് കേട്ടോ, അതിനുവേണ്ടി മേടിച്ചതായിരുന്നു. ഞാൻ നിങ്ങളെ അതൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ മേടിച്ചപ്പോ ഉള്ളത്. അപ്പൊ ഈ സമയം കൊണ്ട് നമ്മുടെ മറ്റേ അടുപ്പില് നമ്മുടെ ആ മെഴുക്കുവരട്ടിയും റെഡി ആവുന്നുണ്ട് കേട്ടോ. സാമ്പാർ റെഡിയായി, ചോറ് നേരത്തെ റെഡിയായി, രസം റെഡിയായി. അപ്പം എല്ലാം റെഡിയായി. ഇനി ഉച്ചയ്ക്ക് കഴിച്ചാൽ മതി. പലരും മെസ്സേജ് ഇട്ട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് കേട്ടോ. ചിലർ പറയുന്നുണ്ട് ആഴ്ചയിൽ ഒരു 2 വീഡിയോ ഇടൂ, അല്ലെ ആഴ്ചയിൽ 1 വീഡിയോ ഇടൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ട്രൈ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ പിറ്റേന്ന് ഞങ്ങൾക്ക് ഒരു പുറത്തു പോകണമായിരുന്നെന്ന്. ഞാന് ബിസിനസ് തുടങ്ങിയതിൽ പിന്നെ ഇതേക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പൊ വ്യവസായ വകുപ്പിൽ നിന്ന് ഒരു മേഡം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ചില സ്കീമുകളുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് മെഷീൻ മേടിക്കാനും അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടോ, PMFME എന്നും പറഞ്ഞൊരു സ്കീമുണ്ട്. അതിൽ മെഷീനറി എടുക്കുന്നുവെങ്കിൽ സബ്സിഡി ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പം അതിനുശേഷം ഈ വ്യവസായ വകുപ്പിന്റെ കീഴിൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ, മീറ്റിംഗ് ഒക്കെ, സെമിനാർ ഒക്കെ വെക്കാറുണ്ട്. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ആ മേഡവുമായിട്ട് കോണ്ടാക്ട് ആയ പിന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഇത് നടന്നപ്പോ ഞങ്ങളെയും വിളിച്ചിരുന്നു. പോവാൻ താല്പര്യമുണ്ടെങ്കിൽ പോയി അറ്റൻഡ് ചെയ്യണം. രാവിലെ തൊട്ട് ഉച്ചവരെയാണ്. അങ്ങനെ ഞങ്ങൾ പോയതാണ് കേട്ടോ. കൊട്ടാരക്കര വ്യവസായ വകുപ്പ് മിനി സിവിൽ സ്റ്റേഷന്റെ മേളില് 3rd ഫ്ലോർ ആയിരുന്നു, 4th ഫ്ലോർ ആയിരുന്നു, ഓർക്കുന്നില്ല. അവിടെ ആയിരുന്നു ഈ സെമിനാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇതിനൊക്കെ ഉള്ളതിന് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിന്റെ എത്രത്തോളം ഗുണമുണ്ടെന്നുള്ളത്. പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും, പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. പല ബാങ്കുകൾ, ഏതൊക്കെ ബാങ്കുകളാണോ ലോൺ കൊടുക്കുന്നത് ആ ബാങ്കിൽ നിന്നെല്ലാം ആളുകൾ വന്ന് അവരുടെ ലോണിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരും. പിന്നെ സംശയമുണ്ടെങ്കിൽ അവരുമായിട്ട് ക്ലിയർ ചെയ്യാം. ആദ്യത്തത് 40%, രണ്ടാമത്തത് മെഷീന്റെ പണി തീർന്ന് കഴിഞ്ഞാൽ 40%, ലാസ്റ്റ് 20% മെഷീൻ ഇവിടെ എത്തപ്പെട്ടേക്ക് തന്നാൽ മതി. ഇങ്ങനത്തെ ഡീറ്റെയിൽഡ് ആയ ഒരു കൊട്ടേഷൻ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ഓരോ ഫണ്ട് റിലീസ് ചെയ്യുമ്പോൾ ബാങ്ക് അതിന് പലിശ മേടിക്കുന്നുണ്ട്. വ്യവസായ ലോണുകൾ തീരെ പലിശ കുറഞ്ഞ ലോണുകളല്ല. നമ്മുടെ കാർഷിക വായ്പ പോലത്തെ ഒരു ലോണല്ല ബാങ്ക് തരുന്നത്. ഇൻഡസ്ട്രി സബ്സിഡി തരുമ്പോഴത്തേക്കാണ് അത് കാർഷിക ലോണിന്റെ ഒരു ബെനിഫിറ്റിലേക്ക് വരുന്നത്. അതുവരെ നിങ്ങൾ ചിലപ്പോൾ 10, 11, 12, 14% വരെ പലിശ കൊടുത്തിട്ടാണ് ഈ ലോൺ എടുക്കുന്നത്. അപ്പൊ 15 ലക്ഷം രൂപയുടെ ഒരു മെഷീനറിക്ക് നിങ്ങൾ പൈസ കൊടുത്തു കഴിഞ്ഞു. മെഷീനറി 60 ദിവസം കഴിഞ്ഞ് വരും. ഈ 15 ലക്ഷം രൂപ ആദ്യം കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ 15 ലക്ഷം രൂപയ്ക്ക് പലിശ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതെല്ലാം ബാങ്കിന്റെ ലാഭത്തിനല്ല ഞാൻ പറയുന്നത്.
നിങ്ങളുടെ ലാഭമാണ്. 15 ലക്ഷം രൂപയ്ക്ക് 60 ദിവസം പരീക്ഷ കൊടുക്കേണ്ടി വരുന്ന ആവശ്യമില്ലായിരുന്നു. 5 ലക്ഷം രൂപ കൊടുത്താൽ മതിയായിരുന്നു. രാവിലെ തുടങ്ങുന്നതാണല്ലോ, അപ്പൊ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇലയപ്പം, പിന്നെ ചായ വേണ്ടവർക്ക് ചായ, കോഫി വേണ്ടവർക്ക് കോഫി, മധുരമില്ലാത്ത കോഫി വേണ്ടവർക്ക് അത് ഒക്കെ ഉണ്ടായിരുന്നേ. അടുത്ത അവസരം അല്ലേ, അടുത്ത വഴി നോക്കുക. ഒരു വാദം നടന്നാൽ അതിനടുത്തൊരു വഴിയുണ്ട്, നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പൊ ആ സംരംഭം കുറെ ക്വാളിറ്റീസ് ഉണ്ട്, തെറ്റേ പോകുന്നില്ല. റിസ്ക് ടേക്കിങ്, ഹാർഡ് വർക്ക്, അക്കൗണ്ടബിലിറ്റി, നമുക്ക് ആത്മവിശ്വാസം, കുറെ ക്വാളിറ്റീസ് ഉണ്ട്. ഞാനിത് കാണിച്ചതെന്ന് പറഞ്ഞ് ഈ 31 ക്വാളിറ്റീസ് ഉണ്ട്, ഇതിനകത്തെല്ലാം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തുടങ്ങുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് രണ്ടായിരത്തി പറഞ്ഞു. അപ്പൊ അതിനുശേഷം ഉച്ചയ്ക്ക് ഊണും ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കഴിക്കാൻ നിന്നില്ല, പെട്ടെന്ന് ഇങ്ങനെ പോയിരുന്നു. കാരണം നമുക്ക് കുറേ കാര്യങ്ങളുണ്ടല്ലോ വന്നിട്ട് ചെയ്യാനായിട്ട്. ക്ലാസ് കേട്ടു, മനസ്സിലാക്കി. ഇനി ഇതുപോലുള്ള മീറ്റിങ്ങുകൾ ഉണ്ടെങ്കിൽ പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതേക്കുറിച്ചൊക്കെ കേട്ടപ്പോൾ ഈ സ്കീം ചെയ്ത ആരെങ്കിലും ഉണ്ടോ, സബ്സിഡി കിട്ടിയവരുണ്ടോ, ഇതിന് പ്രകാരം മെഷീൻ മേടിച്ചവരുണ്ടോ, നമുക്ക് ആരെങ്കിലും ചെയ്ത് പ്രാക്ടീസ് ഉള്ളവരിൽ നിന്നുകൂടെ ഒന്ന് അറിയുമ്പം കുറച്ചുകൂടി നല്ലതാണല്ലോ. ഒരു മെഷീൻ എന്നൊക്കെ പറയുമ്പോൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവരിൽ നിന്നും കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ ഫേസ്ബുക്കിൽ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, QBG എന്നും പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് പലരും മെഷീൻസ് ഒക്കെ മേടിച്ച് യൂസ് ചെയ്തവരുണ്ട്. അപ്പം ഒരു ആള് അച്ചാർ ബിസിനസ് ചെയ്യുന്നത് ഈ അടുത്തിടെ കുറെ മെഷീൻസ് ഒക്കെ മേടിച്ചതും അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ ആ പുള്ളിക്കാരത്തേക്ക് ഒരു മെസ്സേജ് ഇട്ടു. ഇങ്ങനെ സ്കീം വഴിയാണോ മേടിച്ചത്, മെഷീന്റെ ഒക്കെ മേടിച്ചിട്ട് എങ്ങനെയുണ്ട്, മെഷീൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾ മെഷീൻ മേടിച്ച സ്ഥാപനത്തിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു, പിന്നെ ഞാൻ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല, അതേത് സ്ഥാപനമായിരുന്നു എന്നൊക്കെ ചോദിച്ചൊരു മെസ്സേജ് ഇട്ടിട്ട് പുള്ളിക്കാരി തന്ന ഒരു മെസ്സേജ് കേട്ടിട്ട് ഞാൻ വിജൃംഭിച്ചു പോയി. അതേക്കുറിച്ച് 10 പറയാനുണ്ട് എനിക്ക്. ഈ വ്ളോഗിൽ പറഞ്ഞാൽ ലോങ് ആയി പോകും. അതുകൊണ്ട് അടുത്ത വ്ളോഗിൽ പറയാം കേട്ടോ, അതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്. എന്തായാലും എനിക്ക് തൃപ്തിയായി, സന്തോഷമായി അത് കേട്ടിട്ട്. പുള്ളിക്കാരി വിചാരിച്ചാണ് ഞാനിനി ബിസിനസ് ചെയ്ത് കോടീശ്വരിയായി വേൾഡ് മൊത്തം അങ്ങ് അടക്കി പിടിച്ചാലോ എന്നൊക്കെ ചിന്തിച്ചു കാണും. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ എന്തായിരിക്കും റിപ്ലൈ കിട്ടിയെന്ന്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പേ എനിക്കൊരു ഡൗട്ട് വന്നപ്പോൾ ആ QBG ഗ്രൂപ്പിൽ തന്നെ വേറെ ഒരു കുട്ടിയോട് ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു കേട്ടോ. ഇപ്പോഴും എന്ത് ചോദിച്ചാലും ഒരു കുഴപ്പമില്ലാതെ ആ കുട്ടി പറഞ്ഞു തരാറുണ്ട്. അതും ഞാൻ പറയാം പിന്നെ. എന്റെ പൊന്നെ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വ്ളോഗിൽ വിശദമായിട്ട് പറയാം. ബൈ, ഗോഡ് ബ്ലസ് യു.